പച്ചക്കറി കിറ്റുമായിട്ട് ആൻറ്റി അടുക്കളയിലേക്ക് പോയി കഴിയുമ്പോൾ ഗിരി മുകളിലേക്ക് കയറി പോകുന്നതിനിടയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് തൻ്റെ മഞ്ജുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഇഞ്ചി അവരാരും അറിയാതെ ഇഞ്ചി ആ കവറിലുണ്ട് എന്ന മട്ടിൽ ഇഞ്ചി എടുക്കുന്നത് പോലെ അതിനിടയിൽ ആരുടെയും കണ്ണിൽ പെടാതെ ആ മിഞ്ചി എടുത്ത് മാറ്റാൻ തനിക്ക് സാധിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അതായത് ഗിരിക്ക് ആ മിഞ്ചി കയ്യിലുണ്ട് എന്ന് നമ്മളെ കാണിക്കുകയാണ്. എന്നിട്ട് ആ മിഞ്ചിയും കൊണ്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മഞ്ജു അങ്ങനെ നിൽക്കുന്നുണ്ട് റൂമിൽ. അപ്പോൾ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ എന്തേ ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ മിഞ്ചി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് തുറന്ന് മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നാലും ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് വേണ്ടി വാങ്ങിച്ചല്ലോ എന്ന് ഓർത്ത് മഞ്ജു വളരെയധികം സന്തോഷിക്കുകയാണ്. എന്നിട്ട് അത് മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മഞ്ജു അത് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഗിരിയോട് പറയുകയാണ്, അത് ശരി ഞാൻ പറഞ്ഞത് വാങ്ങിച്ചു, പക്ഷേ മിഞ്ചി സാധാരണ എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യിലല്ല തരുന്നത് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മഞ്ജുവിൻ്റെ കാലെടുത്ത് ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ്. അതായത് ബെഡിലേക്ക് വെച്ച് ഇനി ഇട്ട് തന്നോളൂ എന്നുള്ള മട്ടേനെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഗിരിയാണെങ്കിൽ അത് കാണുമ്പോഴേക്കും പറയുകയാണ്, അത് കൊള്ളാം, നിൻ്റെ ഉദ്ദേശം ഇതായിരുന്നല്ലേ, നിനക്കൊരു മോതിരമൊന്നും നീ പറയാതെ മിഞ്ചി പറഞ്ഞപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു, നിൻ്റെ കാല് ഞാൻ പിടിക്കണം, അതാണ് നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് മനസ്സിലായി, അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. മഞ്ജു പറയുന്നുണ്ട്, അങ്ങനെയല്ല, അങ്ങനെ എൻ്റെ കാല് പിടിക്കാനോ അങ്ങനത്തെ ഒരു ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും കൊള്ളാമെന്ന് ഗിരി പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിട്ട് തരണ്ട എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഇടിയിക്കാൻ സമ്മതിക്കുന്നില്ല. വിഷമമാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി മഞ്ജു കിടന്നുറങ്ങുകയാണ്. അടുത്ത് ഗിരിയും കിടന്നുറങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗിരി കണ്ണ് തുറന്നിട്ട് ആരും അറിയാതെ, അതായത് മഞ്ജു അറിയാതെ പതുക്കെ ഓർക്കത്തിൽ കിടക്കുന്ന മഞ്ജുവിൻ്റെ കാലിലേക്ക് താൻ വാങ്ങിച്ച മിഞ്ചി മഞ്ജു അറിയാതെ പതുക്കനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഗിരിയും കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ മഞ്ജു എണീക്കുന്നു. മഞ്ജു എണീറ്റ് താഴേക്ക് ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ തൻ്റെ കാലിൽ കിടക്കുന്ന മിഞ്ചി കാണുകയാണ്. അപ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നു. മഞ്ജു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഗിരിയുടെ അടുത്തേക്ക് വന്നിട്ട് താൻ ഇട്ട മിഞ്ചി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഗിരിയാണെങ്കിൽ അത് ആസ്വദിച്ച് മഞ്ജുവിനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ ആൻറ്റി വരികയാണ്. എന്നിട്ട് ആൻറ്റി പറയുന്നുണ്ട്, അതെന്താ നിൻ്റെ കാലിൽ കിടക്കുന്നത്, അതെന്താ ഒന്ന് കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മിഞ്ചി കണ്ടുപിടിക്കുന്നു. അപ്പോൾ തന്നെ ഗിരിയുടെ അമ്മയും സ്വപ്നയും എല്ലാം വിളിക്കുകയാണ്. അവരോട് പറയുകയാണ്, ഇവളുടെ കാലിൽ കിടക്കുന്നത് നോക്കി ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞതൊരു വിഷയമാക്കുകയാണ്. അപ്പോൾ അമ്മയും ചോദിക്കുന്നുണ്ട്, അത് ശരിയാണല്ലോ, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയതാ, ഇതങ്ങനെ എല്ലാവരും ഇട്ടു നടക്കുന്ന ഒരു ആഭരണമൊന്നും അല്ലല്ലോ, ഇത് ആരെങ്കിലും വാങ്ങിച്ചു തരുന്നതായിരിക്കണമല്ലോ, അങ്ങനെ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു ആഭരണമൊന്നും അല്ലല്ലോ മിഞ്ചി, ഇത് അത്രയും ക്ലോസ് ആയിട്ടുള്ള അത്രയും വേണ്ടപ്പെട്ട ആളെ വാങ്ങിച്ചു തരുള്ളൂ, ഇനി ഇവനെങ്ങാനും ആണോ വാങ്ങിക്കൊടുത്തതെന്നും പറഞ്ഞിട്ട് ആൻറ്റി പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവന് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാനോ അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ഗിരി ഇതെല്ലാം കേട്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ആൻറ്റി പറയുകയാണ്, എന്നാൽ പിന്നെ സംശയിക്കേണ്ട, അത്രയും വേണ്ടപ്പെട്ട ആരോ ഒക്കെ ഉണ്ട്, കോൺസ്റ്റബിളൊക്കെ അല്ലേ, പോലീസ് സ്റ്റേഷനിൽ തന്നെ ഫാൻസൊക്കെ ഉണ്ടാവും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്ന ആൻറ്റിയും സ്വപ്നയും കൂടി പറയുകയാണ്. അതൊക്കെ കേട്ട് നമ്മുടെ മഞ്ജു ആകെ വിഷമിക്കുകയാണ്. ഗിരിയേട്ടൻ താനാണ് വാങ്ങിച്ചതെന്ന് പറയുമെന്ന് കരുതി മഞ്ജുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഗിരി ഒന്നും പറയുന്നില്ല. കുറേ പറഞ്ഞ് അങ്ങനെ അപമാനിച്ച് കഴിയുമ്പോൾ മഞ്ജുവിനാകെ വിഷമമാകുന്നൊന്നും മനസ്സിലാകുമ്പോൾ ഗിരി പറയുകയാണ്, നിങ്ങളൊക്കെ ഒന്ന് നിർത്തിക്കേ, മതിയാക്ക്, ഒരുപാടായല്ലോ പറയാൻ തുടങ്ങിയിട്ട്, ഞാൻ ക്ഷമിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്, അവൾക്കൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് വരുമാനമുള്ള ഒരാൾക്ക് തനിക്ക് ആവശ്യമുള്ളൊരു ആഭരണം വാങ്ങിക്കണമെങ്കിൽ ആരെങ്കിലും സഹായം വേണം, അത് നിന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നീ എല്ലാവരും ആശ്രയിച്ച് മറ്റുള്ളവരുടെ ആശ്രയത്തിൽ മറ്റുള്ളവരെ സോപ്പിട്ട് പിഴിഞ്ഞൊക്കെയാണ് നീ ഓരോന്ന് ചെയ്യുന്നത്, അതുപോലെ എല്ലാ മഞ്ജു ഒരു ഉദ്യോഗസ്ഥയാണ്, അപ്പോൾ പിന്നെ അവൾക്ക് ആവശ്യമുള്ളത് അവൾക്ക് വാങ്ങിക്കാൻ കഴിയും, അത് ആദ്യം മനസ്സിലാക്കുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരും വായ അടക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു മറുപടി കിട്ടുമ്പോൾ അവിടെ നിന്നും പോകുന്നു. എന്നാൽ മഞ്ജുവിന് അത് കേട്ടിട്ട് അത്ര സന്തോഷമൊന്നും ആവുന്നില്ല. മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മഞ്ജു അത് ഞാൻ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും മഞ്ജുവിന് വിഷമമാവുകയാണ്. മഞ്ജു വേഗം അകത്തേക്ക് കയറി പോകുന്നു.
ചിരിക്കുന്ന മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി ചെല്ലുകയാണ്. എന്നിട്ട് സോറിയൊക്കെ പറയുകയാണ്. ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറയുമ്പോഴേക്കും, എന്തായാലും ഞാൻ സോൾവ് ചെയ്തില്ലേ, നിന്നെ അവനെ അപമാനിച്ചപ്പോൾ ഞാൻ അതിനുള്ളൊരു മറുപടി കണ്ടുപിടിച്ച് പറഞ്ഞില്ലേ, നീ തന്നെ വാങ്ങിച്ചതാന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണം, എനിക്ക് അങ്ങനെ ഒരു മറുപടി അല്ലായിരുന്നു വേണ്ടിയിരുന്നത്, എന്നെ അത്രയധികം, എനിക്ക് വേറെ ആരോ ഉണ്ട് അങ്ങനെയൊക്കെ പറയുകയും എന്നെ അത്ര അപമാനിക്കുകയും ചെയ്തപ്പോൾ ഗിരിയേട്ടൻ മിണ്ടാതിരുന്ന് കേട്ടില്ലേ. പിന്നെ അവസാനം ഞാൻ തന്നെ വാങ്ങിച്ചതെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഗിരിയേട്ടൻ വാങ്ങിത്തതെന്ന് പറയാനാണ്, അങ്ങനെ പറയുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം, അതാണ് എനിക്ക് അഭിമാനം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ശരിയാണ്, നീ പറയുന്നത് ശരിയാണ്, ഞാനൊരു ഭർത്താവ് എന്ന രീതിയിൽ ചെയ്തത് ശരിയല്ല, പക്ഷെ ഞാൻ ഭർത്താവ് മാത്രമല്ല ഒരു അമ്മയുടെ മകനും കൂടിയാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്കാണെങ്കിൽ നിന്നെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പോലീസുകാരോടുള്ള വിരോധവും കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയെയും നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിക്കാതെ മുമ്പോട്ട് പോകണം, അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്, അത് നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്കിവിടെ അമ്മയുടെ മരുമോളായിരിക്കാനും എൻ്റെ ഭാര്യയായിരിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ അതെല്ലാം സഹിച്ച് ഇവിടെ ജീവിക്കാൻ തയ്യാറാണ്, അതിജീവിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ടിരുന്നു, അപ്പം എന്തിനും ഞാനുണ്ട്, ധൈര്യമായിട്ട് തന്നെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അത് കേട്ട് നിൽക്കുന്ന മഞ്ജുവിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്